2016 സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം, 56,000 ലോ കിലോമീറ്റർ, പെട്രോൾ പൂണ്ടോ ആണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് ഇൻഷുറൻസ് പുതിയതാണ്. ഒന്നും ചെയ്യാനില്ല, ചുരുക്കി പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഓയിൽ സർവീസ് ഇപ്പോൾ കഴിഞ്ഞോ? ഓയിൽ സർവീസ് കഴിഞ്ഞാണ്. സെൻസറിന്റെ വാർണിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെക്ക് ഇഞ്ചിൻ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പെർഫെക്റ്റ് ആണ് കണ്ടീഷൻ. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് 2,78,000 രൂപ കൊടുക്കുക. അതിൽ ഏകദേശം 2.5 ലക്ഷം രൂപ ലോൺ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു എപ്പിസോഡാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. കോഴിക്കോട് സൂപ്പർ വീൽസിലെ വീഡിയോ. സൂപ്പർ വീൽസിൻ്റെ പ്രത്യേകത അറിയാലോ, വില കൂടുതലേ ഉണ്ടാവില്ല, നല്ല അടിപൊളി ക്വാളിറ്റി വണ്ടികൾ. നമ്മുടെ കീശയിൽ നിന്ന് വലിയ രീതിയിൽ പണം ഇറങ്ങാതെ നല്ല വണ്ടികൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ ഒരു ഷോറൂമാണ്. സ്വാഗതം ചെയ്യാം അനിരുദ്ധനെ സ്വാഗതം. ഹലോ, സ്വാഗതം. പിന്നെ എന്താ ഇന്നത്തെ സ്റ്റോക്കിൻ്റെ അവസ്ഥ? കുറേ വണ്ടികളൊക്കെ ഉണ്ട്. വിലപ്പാടുണ്ടോ? കുറവുണ്ടോ? ഓക്കെ. എവിടെയാ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഷോറൂമിന്റെ? ലൊക്കേഷൻ വരുന്ന പാറോപ്പടി ഓട്ടോ സ്റ്റാൻഡിന് മുമ്പിലാണ്. ഓട്ടോ സ്റ്റാൻഡിന് മുന്നിൽ, അതായത് കോഴിക്കോട് ജില്ലയിലെ പാറോപ്പടി ഓട്ടോ സ്റ്റാൻഡിന് മുന്നിൽ, മലാപ്പറമ്പ് വയനാട് ബൈപ്പാസിലാണ് ലൊക്കേഷൻ വരുന്നത്. എന്നതേ എന്താ കുറച്ചായാലും നമ്മൾ ചെയ്തിട്ടില്ല, സ്റ്റോക്ക് നിൽക്കുന്നില്ല അവിടെ. സ്റ്റോക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് വണ്ടി സ്റ്റോക്ക് ചെയ്യാനായിട്ട് വേണ്ടി എടുത്തു. ഓക്കെ ഓക്കെ. അതിൽ നമുക്ക് നമ്മളെ ഫേവറേറ്റ് ബ്രാൻഡ് ആയിട്ടുള്ള ഫിയറ്റ് ഉണ്ട്, ഫോർഡ് ഉണ്ട്, അതേപോലെ ഒരു EV ഉണ്ട് ഈ പ്രാവശ്യം. പിന്നെ അധികം സെഡാനുകളാണ് ഉള്ളത്. കാരണം സെഡാനുകളാണ് പുതിയ വണ്ടികൾക്ക് വില കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് അതിവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. സെഡാൻ മാത്രമല്ലേ, കോമ്പാക്ട് SUV എല്ലാം ഉണ്ട്, ചെറിയ വണ്ടിയുണ്ട്, ഹാച്ച് ബാക്ക് ഉണ്ട്, എല്ലാം വരുന്നത്. എല്ലാ വണ്ടിയും വിലപ്പാകത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് എപ്പിസോഡ് മിസ് ചെയ്യണ്ട. എല്ലാം ചാൻസിൽ കിട്ടുന്ന വണ്ടികളാണ്. ഓക്കെ, മിസ് ചെയ്യണ്ട. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാനുള്ള നമ്പർ, കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും കാർ വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ ഉണ്ടാവുക നമ്മളൊരു 10-12 വണ്ടി കാണിക്കുന്നുണ്ടെങ്കിൽ, 13 വണ്ടിയാണ് അതിലുണ്ടാവുക. കാണിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 9 വണ്ടി 5 ലക്ഷത്തിന്റെ താഴെ ആയിരിക്കില്ലേ? ആയിരിക്കും. 10 വണ്ടി 5 ലക്ഷത്തിന്റെ താഴെ. എല്ലാം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളാണുള്ളത്. പിന്നെ കാറ്റലോഗിൽ എല്ലാ വണ്ടിയും ആഡ് ചെയ്യും. അതിൽ സോൾഡ് ആയി കഴിഞ്ഞാൽ അതിൽ സോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെ, ഓക്കെ. അപ്പോൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടും വീഡിയോയിലോട്ട് അല്ലേ? ഓക്കെ. ആദ്യം എക്കോസ്പോർട്ടാണ്, ഫോർഡിൻ്റെ വണ്ടി, KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ. 2013 ഡിസംബർ എക്കോസ്പോർട്ട് ഡീസലാണ്. ഡീസലിൽ ട്രെൻഡ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. മേജർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്താണ്. 120 മേജർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്താണ്. എല്ലാം കാര്യം ക്വാളിറ്റി വണ്ടിയാണ്. ഇൻഷുറൻസ് പുതിയതുണ്ട്. ടയർസൊക്കെ ഗുഡാണ്. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാനില്ല, ഒന്നുമില്ല. മൈലേജ് ഏകദേശം ഒരു 18-20 വരെ മൈലേജും കിട്ടും. ഓക്കെ. റേറ്റ് വന്നിട്ട് 3,18,000 രൂപ നമുക്ക് കൊടുക്കാം. സെക്കൻഡ് ഓപ്ഷനാണ് വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും. അതിൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഇതെല്ലാം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ABS വരുന്നുണ്ട്. ABS അടക്കമുള്ള ഫീച്ചർ വരുന്നുണ്ട്. 13 മോഡൽ പറഞ്ഞത്? 13 ഡിസംബർ ലാസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ 28 ഡിസംബർ വരെ ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. പ്രോപ്പർ സിംഗിൾ ഓണർഷിപ്പ് വാഹനം. പ്രോപ്പർ സർവീസും പോയിട്ടുണ്ട്. ഒരു ക്ലെയിമും ഇല്ല അല്ലേ? ഒരു ക്ലെയിമും ഇല്ല. കമ്പനി തന്നെ മാറിയല്ലേ? ഹിസ്റ്ററി ഉണ്ടാവും. ഹിസ്റ്ററി ഉണ്ടാവാൻ സാധ്യതയില്ല, പുറത്ത് മാറാൻ തോന്നുന്നു. എത്ര രൂപ ചോദിച്ചത്? എത്രയാ ഇത്? 3,18,000. 3,18,000 2013 നല്ലൊരു ക്വാളിറ്റി ഡീസൽ എക്കോസ്പോർട്ട്. ക്വാളിറ്റി എന്ന് പറയാൻ കാരണം ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ക്വാളിറ്റി തന്നെയാണ്. വണ്ടി ക്വാളിറ്റി വണ്ടി തന്നെ, ഒരു കുഴപ്പമില്ല. പിന്നെ മെക്കാനിക്കൽ ഇപ്പോൾ ഒന്നുമില്ല, കമ്പനി സർവീസിലെ വണ്ടിയല്ലേ, എല്ലാം പ്രോപ്പർ സർവീസാണ്. വണ്ടി നമ്പർ അതിലുണ്ടല്ലോ, അതിന് ഹിസ്റ്ററി തന്നെ എടുക്കാം. അത് മാത്രമല്ല, എക്കോസ്പോർട്ട് ഇങ്ങനത്തെ പോളോ ഒക്കെ കൊണ്ടു നടക്കണമെങ്കിൽ കുറച്ച് എക്സ്പെൻസ് നമ്മൾ കാണണം അല്ലേ? പോളോന്ന് അത്ര വരില്ല. ഒരു കമ്പനിയിൽ നിന്ന് 5-6 രൂപയ്ക്ക് സർവീസ് ചെയ്യാം, നോർമൽ സർവീസ്. കാരണം അതിൽ നോർമൽ മിനറൽ ഓയിലാണ് ഒഴിക്കാം. പോളോന് സിന്തറ്റിക് ഓയിൽ വരും. അപ്പോൾ ഒരു 10 രൂപേൻ്റെ അടുത്ത് വരും പോളോ ചെയ്യണമെങ്കിൽ. നോർമൽ ഓയിൽ അതിനെ കൊണ്ട്. പക്ഷേ സർവീസ് ഇൻ്റർവ്യൂവിൽ 10-ലാണ് വരിക, പോളോ 15-ലാണ് വരിക. ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ലോൺ ചാൻസ് ഉണ്ടെങ്കിൽ ലോൺ കിട്ടും. എത്ര വരെ ലോൺ? ഏകദേശം ഒരു 2.5 റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാം. ഒരു 10,70,000-75,000 കണ്ട് ഇറക്കി കൊണ്ടുപോകാം. 10. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. ചില ഡീലേഴ്സിൻ്റെ അടുത്ത് ചില ബ്രാൻഡുകൾ വെച്ചാൽ പെട്ടെന്ന് പോകും. അതെ, അങ്ങനത്തെ ഒരു ബ്രാൻഡാണ് ഇവിടെ ഫിയറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ വീൽസിൽ മെയിനായിട്ട് ഫിയറ്റും ഫോർഡിൻ്റെയും വണ്ടി വേറെ ആരുടെ അടുത്തും ഉണ്ടാവില്ല. സ്റ്റോക്കുള്ള വണ്ടികളാണ്. ഓക്കെ. ഇത് KL18 വടകര രജിസ്ട്രേഷൻ വാഹനമാണ്. പൂണ്ടോ, നല്ല അടിപൊളി റെഡ് പൂണ്ടോ.
എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2016 മോഡലിൽ 16 പെട്രോൾ ഉണ്ടോ. ഓക്കെ. കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി 57,000 ഓടിയിട്ടുള്ളൂ. അതിൽ ഒരു 40,000 വരെ കമ്പനി സർവീസും ഉണ്ട് വണ്ടി. ഓക്കെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർ. 2016 പോണ്ടോ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ആക്റ്റീവ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അതിൽ 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC, പവർ സ്റ്റിയറിംഗ് അത്ര സാധനങ്ങളാണ് വരിക. പക്ഷെ അതിൽ 15 ഇഞ്ചിന്റെ ഒറിജിനൽ ഫിയറ്റിന്റെ അലോയ്സ് ഇട്ടിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിംഗ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറയും ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ എല്ലാവരും ഇതെല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം പ്രോപ്പർ വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. നല്ല വണ്ടിയാണ്. ഓക്കെ. നല്ലൊരു പുണ്ടോ തപ്പി നടക്കുന്ന ഒരാൾക്ക് എടുക്കാൻ തീർച്ചയായും പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. കാരണം ഒന്നാമത് പെട്രോൾ ആണ്, മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും വരില്ല. ആകെ 10 സർവീസ് ചെയ്താൽ മതി. പിന്നെ ഈ വണ്ടി എല്ലാം ചെയ്തു വെച്ചാൽ സർവീസ് കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ പുറത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം മാറിയതാണ്. പണിയൊന്നും എടുക്കാനില്ല. അടുത്തൊരു സർവീസ് വരുമ്പോൾ ഓയിൽ സർവീസ് 10 ചെയ്താൽ സർവീസ് ചെയ്യാനും വളരെ ലോ കോസ്റ്റേ വരുള്ളൂ. ഒരു പുറത്തുനിന്ന് ചെയ്യാൻ വെച്ചാൽ ഒരു 1,500-2,000 രൂപ ആ ലെവലിൽ സർവീസ് ചെയ്യാം. ഓക്കെ. 2016 സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം, 56,000 ലോ കിലോമീറ്റർ, പെട്രോൾ പൂണ്ടോണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് 1,85,000 രൂപ കൊടുക്കാം. 1,85,000 ഒരു പൂണ്ടോ, നല്ല അടിപൊളി റെഡ് പൂണ്ടോ. ഫിയറ്റായതുകൊണ്ട് ലോണ് ചാൻസ് ഇല്ല, ചെറിയ എമൗണ്ടാണ്, കിട്ടൂല. കമ്പനി നിർത്തിയാണ്. പക്ഷേ ജീപ്പിന്റെ സർവീസ് സെന്റർ തന്നെയാണ് ഫിയറ്റിന്റെ സർവീസ് വരുന്നത്. സർവീസ് കമ്പനിയിൽ നിന്ന് ചെയ്യാം. ചെയ്യുമ്പോൾ ഒരു 8,000-9,000 രൂപ വരും. പറഞ്ഞ പോലെ ഓയിൽ ഫിൽറ്റർ മാറാം. പക്ഷെ സെയിം നമുക്ക് പുറത്തുനിന്ന് ഒരു 2,000 രൂപ നമുക്ക് ചെയ്യാം. 2,000-3,000 രൂപ ചെയ്യാൻ പറ്റും. ഓക്കെ. ആ എല്ലാ സാധനങ്ങളും പുറത്ത് കിട്ടാനും ഉണ്ട് പുണ്ടോന്റെ. കാരണം വണ്ടി ഒരുപാട് ഇറങ്ങിയതിനെ കൊണ്ട് എല്ലാ സാധനവും കിട്ടും ചെയ്യും. ഓക്കെ. അടുത്തത് നല്ലൊരു ഡീസൽ സെഡാൻ മാരുതി സുസുക്കി SX4 ആണ്. KL 52 വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2012 ലാസ്റ്റ് XX4 ZDA എന്ന് പറഞ്ഞാൽ ഡീസലിന് ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതിൽ എയർ ബാഗ്, ABS, അലോയ്സ്, കമ്പനി അലോയ്സ്, കമ്പനി മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്നതാണ്. അതിൽ കസ്റ്റമർ എക്സ്ട്രാ നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു SX4 ക്വാളിറ്റി വണ്ടിയാണ്. കാണാറുണ്ട് സാധാരണ ഇന്റീരിയറൊക്കെ ആകെ അവഞ്ഞു പോഞ്ഞ് മൊത്തത്തിൽ എക്സ്റ്റീരിയർ എല്ലാം തൂങ്ങി, ബമ്പർ തൂങ്ങി, അങ്ങനത്തെ ഒക്കെ കാണാറുണ്ട്. മെക്കാനിക്കലി ഒക്കെ ഫിറ്റ് ആണ്. കമ്പനി സർവീസും ഉണ്ട്. ഒരു 1,60 വരെ കമ്പനി സർവീസ് ചെയ്താണ്. ഇപ്പോൾ 1,75 ആയിട്ടുണ്ട്. അതിൽ മേജർ സർവീസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്താണ്. ടൈമിംഗ് ചെയിനും എല്ലാ കാര്യങ്ങളും അറ്റൻഡഡ് ആയിട്ടുള്ള വണ്ടിയാണ്. വേറെ ഒരു പണിയും എടുക്കാനില്ല. ഓയിൽ ഒരു 2,000 കിലോമീറ്റർ മുന്നേ ഓയിലും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് മാറിയതാണ്. ഇനി അടുത്ത 8,000 കിലോമീറ്റർ ഓടിയിട്ട് മാറിയാൽ മതി. പിന്നെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്. മൈലേജ് ഉണ്ടോ? 18-20 മൈലേജ് അതേ ടൈപ്പ് ഇഞ്ചിൻ അതിൽ വരുന്നത്. അതുകൊണ്ട് പാർട്സിന്റെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട. എക്സ്പെൻസീവ് അല്ല. കാരണം സെയിം പാർട്സ് ആണ്. സ്വിഫ്റ്റ്, വിസ്റ്റ, എർട്ടിഗ ആ കാറ്റഗറിയിൽ സെയിം തന്നെയാണ് വരിക. ഓക്കെ. മൈലേജ് ഒരു 18-20 ആ റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടും. നല്ലൊരു നീറ്റ് SX4 2012 മോഡൽ ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര കൊടുക്കുക ഇത്? നമുക്ക് ഒരു ഗംഭീര ഓഫർ പ്രൈസ് ആയിട്ട് 1,68,000 രൂപ കൊടുക്കാം. 1,68,000 ഒരു സെഡാൻ ഡീസൽ SX4 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2012 മോഡൽ. ഓണർഷിപ്പ് എത്രയുണ്ട്? ഓണർഷിപ്പ് തേർഡാണ്. ഇൻഷുറൻസ് ഫുൾ കവർ പുതിയത് എടുത്തിട്ടുണ്ട്. അത് 225 IDയിൽ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ടയേഴ്സ് ആവറേജ് ആണ്. ഒരു 60-70% ടയേഴ്സുകളും. റീപ്ലേസ്മെന്റ് ഉണ്ട്. പറഞ്ഞാൽ ബോണറ്റ് മാത്രം മാറും. അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് വലിയ പൈസയും പോലെ, എന്നാൽ കാറിന് പറ്റിയ എല്ലാ ഉപയോഗത്തിനും നല്ല സ്പേസും ഉണ്ട്. ഡിക്കി സ്പേസ് ഉണ്ട്. നല്ല ലോങ് പോവാം, കംഫർട്ടബിൾ ആയിട്ട് ലോങ് പോവാം. എന്ന് വെച്ചാൽ നല്ല വണ്ടി കണ്ടീഷനാണ്. അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് ലോങ്ങും പോവാം. ചെറിയ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് വേറെ ഒരു സഭയിൽ കൊണ്ടുവച്ചാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് വണ്ടി. തീർച്ചയായും. അപ്പോൾ ലോണ് കിട്ടുന്നുണ്ടാവില്ല. ലോൺ ചാൻസ് ഇല്ല. നിർത്തിയ വണ്ടിയായതുകൊണ്ടാണ് പറഞ്ഞുള്ള അടുത്ത വണ്ടി. അടുത്തതും സെഡാൻ തന്നെ, ഫോക്സ് വാഗൺ വെൻഡോ KL 57 കൊടുവള്ളി രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 വെൻഡോ കംഫർട്ട് ലൈൻ ആണ്. ഓണർഷിപ്പ് വരുന്ന സെക്കൻഡ്, 1,40,000 കിലോമീറ്റർ. അതിൽ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഞാൻ ചെയ്തതാണ്. ഡീസലാണ്. 11 ഡീസൽ കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും അല്ലേ? സെൻട്രൽ ലോക്ക് ആ കാര്യങ്ങളൊക്കെ വരും. എയർ ബാഗ് ABS ഉണ്ടാവില്ല. പിന്നെ മേജർ സർവീസ് ഞാൻ ഇവിടുന്ന് ചെയ്താണ്. അതിൽ ഓയിലും ഫിൽറ്ററും കാര്യങ്ങളും ടൈമിംഗ് ബെൽറ്റ് മാറിയതാണ്. ഇഞ്ചക്ടർ 4 പുതിയതാണ്. പുതിയ 4 ഇഞ്ചക്ടറാണ്. പുതിയതാണ്. പിന്നെ ടയേഴ്സ് 4 പുതിയതാണ്. അപ്പോൾ ടയറും മാറണ്ട. ഇൻഷുറൻസ് പുതിയതാണ്. ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല. ഓയിൽ സർവീസ് ഇപ്പോൾ കഴിഞ്ഞോ? ഓയിൽ സർവീസ് കഴിഞ്ഞാണ്. സെൻസറിന്റെ വാർണിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെക്ക് ഇഞ്ചിൻ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പെർഫെക്റ്റ് ആണ് കണ്ടീഷൻ. കണ്ടീഷൻ പെർഫെക്റ്റ്. ഇനി അടുത്ത 15,000 കിലോമീറ്റർ ആയിട്ട് നിങ്ങൾ ചെയ്തത് എത്രയാണ് പറഞ്ഞപ്പോൾ? ഓട്ടം 1,40. ഇനി 1,65 അല്ലേ? സോറി 55 എത്തണ്ട. ഒരു 1,52 ചെയ്ത് നന്നായിരിക്കും. 15 എന്ന് പറയുമ്പോഴേക്കും ഓയിൽ അത്രയും ബ്ലാക്ക് ആവും.
ഞാൻ വോൾസ്വാഗൺ യൂസ് ചെയ്യുന്ന എല്ലാവരോടും ഒരു 12 ഓയിൽ മാറാനാ പറയാം, 15 വരെ എത്തിക്കാതെ. അതേപോലെ മിനറൽ ഓയിൽ ഉപയോഗിക്കുന്നവരോട് 7000-8000 മാറാനാണ് റെക്കമെൻഡ് ചെയ്യുക. സിന്തറ്റിക് ആണെങ്കിൽ അത്രയും കൂട്ടാം അല്ലേ? ഒരു 12,000-15 എത്തിക്കാന്ന് പറയുമ്പോഴേക്ക് ഓയിൽ ഫുള്ള് ബ്ലാക്ക് ആവും. അപ്പോൾ ഇഞ്ചിന്റെ ലൈഫൊക്കെ കുറേ സാധ്യതയുണ്ട്. അത് മാത്രമല്ല മെയിൻ സാധനം ഇഞ്ചക്ടർ നാളെ മാറിയിട്ടുണ്ട്. ഇഞ്ചക്ടർ ഒന്ന് മാറിയാലും ബാക്കിയുള്ള 3 പിന്നെയും പണി വരും അല്ലേ? 4 നല്ലതാണ്, അതാണ് ഇമ്പോർട്ടന്റ്. ഇഞ്ചക്ടറിന് നല്ല റേറ്റ് ഉണ്ടാവും. അത് റീഫർബിഷ്ഡ് ഇഞ്ചക്ടർ ആട്ടോ മേടിച്ചിട്ട്. ബ്രാൻഡ് ന്യൂ ഇഞ്ചക്ടറിന് അറൌണ്ട് 30 ആട്ടോ വരുന്നുണ്ട്. ഈ റീഫർബിഷ്ഡ് ഇഞ്ചക്ടർ 15 രൂപ റേഞ്ചിൽ വരുന്നത്. ആ 4 മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഒറിജിനലാണ്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ്. റേറ്റ് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് 1,75 നമുക്ക് 1,75,000 രൂപയ്ക്ക് എല്ലാ പണിയും കഴിച്ച് വെച്ച അടിപൊളി ഡീസൽ വെൻഡോ ആണ്. പവർ, സ്റ്റെബിലിറ്റി എല്ലാം കിട്ടുന്ന നല്ല സേഫ്റ്റി ഉള്ളൊരു വണ്ടി. വേറെ മൈലേജും ഉണ്ടോ? മൈലേജ് 20-22 റേഞ്ചിൽ മൈലേജും ഉണ്ടോ കിട്ടും. അടുത്ത വണ്ടിയിൽ ഹ്യുണ്ടായ് വെർണ KL57 രജിസ്ട്രേഷൻ വാഹനം, കൊടുവള്ളി തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ വെർണയാണ്. അതിൽ EX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. EX-ൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി മ്യൂസിക് സിസ്റ്റം, അത്ര സാധനങ്ങളാണ് വരിക. അതിൽ എക്സ്ട്രാ കസ്റ്റമർ നല്ല അടിപൊളി അലോയ്സും ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് മിറേഴ്സും വരും. അത് അത്ര ഫീച്ചേഴ്സ് ഓൾറെഡി ഇൻബിൽറ്റ് അല്ലേ? അല്ല വരുന്നത് EX-ൽ. അല്ല അലോയ്സ് എക്സ്ട്രാ ചെയ്താണ്. അല്ല അലോയ്സ് ഓക്കെ, മിറർ അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും വരും അല്ലേ? ഓക്കെ. പിന്നെ ഇത് വന്നിട്ട് 1,30,000 കിലോമീറ്ററാണ് ഓടിയത്. ഡീസൽ 1,30 വരെ കമ്പനി സർവീസ് ഉണ്ട്. ഗുഡ് കണ്ടീഷനാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിക്കി ഗ്ലാസ് മാത്രം എന്തോ ഒന്ന് വീണ്ടും റീപ്ലേസ് ഉണ്ട്, വേറെ ഒക്കെ ഓക്കെയാണ്. മൈലേജ് ഏകദേശം ഒരു 18 മുതൽ 22 വരെ മൈലേജ് കിട്ടും. ഡീസലാണ്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. ഓക്കെ. 12 മോഡൽ 13 രജിസ്ട്രേഷൻ EX ഡീസൽ പറഞ്ഞ തേർഡ് ഓണർഷിപ്പുള്ള വാഹനം. പ്രോപ്പർ മെയിൻറ്റൈൻഡ്. ആകെ ഒരു ബാക്ക് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമുക്ക് 2,58,000 രൂപ കൊടുക്കാം. അതിൽ ഏകദേശം ഒരു 2,15 ലക്ഷം രൂപ ലോണും ചെയ്യാം. 2,58,000 ഒരു 10-30,000 നിങ്ങൾ കണ്ടാൽ ഇറക്കി കൊണ്ടുപോകാൻ ചെയ്യാം. ലോൺ അത്രയും കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ എമൗണ്ട് ആണ് ഇതൊക്കെ അല്ലേ? ചെറിയ എമൗണ്ടിനുള്ള സഡാനുകളാണ് അധികം നമ്മൾ കാണിക്കുന്നത്. ഇപ്പം എല്ലാ ഒരു വലിയ എമൗണ്ടിനുള്ള സഡാനുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ചെറിയ എമൗണ്ടിന് ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ ആഗ്രഹം ഉണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളാണ്. അത് നല്ല അടിപൊളി വണ്ടികളാണ്, ഒക്കെ നല്ല വണ്ടികളാണ്, ഒക്കെ ക്വാളിറ്റി വണ്ടികളാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതും സെഡാൻ തന്നെ, ഫോർഡ് ആസ്പയർ ആണ്. KL7 എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി. ഇത് ഡീസലാ? ഇതും ഡീസലാ. അധികവും ഡീസൽ വണ്ടികൾ തന്നെയാണ്. ഡീസൽ വണ്ടിക്കാണല്ലോ സെക്കൻഡ് ഹാൻഡിൽ എൻക്വയറി കൂടുതലാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 ഡിസംബർ ഫോർഡ് ഫിഗോ ആസ്പയർ ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ. ഫിഗോ ആസ്പയർ ടൈറ്റാനിയം. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, ABS, അലോയ്സ്, ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി മ്യൂസിക് സിസ്റ്റം. എക്സ്ട്രാ സീറ്റ് കവറും ഒക്കെ ചെയ്തിട്ടുണ്ട്. ടയർസ് 4 ഗുഡാണ്. ഇൻഷുറൻസ് ഫുൾ കവർ പുതിയത് എടുത്തിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. 1,72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ബെൽറ്റ് സാധനങ്ങളെല്ലാം 1,20,000. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. പ്രോപ്പർ മെയിൻറ്റൈൻഡ്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. വണ്ടീൻ്റെ നമ്പർ ഉണ്ട്, ഹിസ്റ്ററി എടുക്കാം. അതുകൊണ്ട് ഹൈഡ് ചെയ്യാതെ വെച്ച് ഹിസ്റ്ററി വേണമെന്നുണ്ടെങ്കിൽ ഉള്ള സാധനം ഞാൻ അയച്ചുതരാം. മുഴുവനില്ല, ഉള്ളത് ഞാൻ അയച്ചുതരാം. ഓക്കെ. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് 2,78,000 രൂപ കൊടുക്കാം. അതിൽ ഏകദേശം 2.5 ലക്ഷം രൂപ ലോണും ചെയ്യാം. 13 പറഞ്ഞത്? അല്ലല്ല, 15 ഡിസംബർ. 15 ഡിസംബർ വണ്ടിയാണ്. ഓക്കെ. 2,78,000 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. 2015 ആസ്പയർ ആണ്. 2.5 വരെ ലോൺ കിട്ടും അല്ലേ? 2.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. അതിൽ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. 28,000 രൂപ കൊണ്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു ആസ്പയർ ആണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് EV ടിയാഗോ ആണ്. KL53 രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെയാണ് മോഡൽ? ഇത് 2023 നവംബർ ടിയാഗോ EV ലോങ് റേഞ്ച് XT. ലോങ് റേഞ്ച് ആണ്. ലോങ് റേഞ്ച് കമ്പനി 320 പറയുന്നുണ്ട്. നമുക്ക് ബിറ്റ്വീൻ ഒരു 200-250 റേഞ്ച് കിട്ടും. 250 വരെ റേഞ്ചിൽ നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചിട്ട് അനുസരിച്ചിരിക്കും. 200-250 മര്യാദക്ക് നോക്കി ഓടിച്ചാൽ ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ 250 വരെ. നല്ലോണം പോലെ ഓടിച്ചാൽ കമ്പനി പറഞ്ഞാലും 300 കിട്ടിയെന്ന് വരുമായിരിക്കും, അറിയില്ല. ലോങ്ങിലൊക്കെ പോയാൽ കിട്ടുമായിരിക്കും. പക്ഷെ നമുക്കൊരു ആവറേജ് ആയിട്ട് 200-250. പക്ഷെ ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ ഒന്നും പോരുത്. അതാണ്, ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ആവറേജ് അത്രേ കിട്ടുള്ളൂ. ഇത് XT വേരിയന്റ് ആണ്. XTൻ്റെ അകത്ത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഡ്യുവൽ എയർ ബാഗ്, ABS, പിന്നെ കമ്പനി മ്യൂസിക് സിസ്റ്റം വരും. ഹാർമാൻ്റെ മ്യൂസിക് സിസ്റ്റം വരും. പിന്നെ ക്ലൈമറ്റ് AC ആ സാധനങ്ങൾ വരും. പിന്നെ ടിയാഗോ അതിനെക്കൊണ്ട് ഇതിന് മറ്റേ DC ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് മറ്റേ പുറത്തുനിന്ന് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 80% ചാർജ് ചെയ്യാം. അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റേ കോമറ്റ് ആകുമ്പോൾ ചെയ്യാൻ പറ്റില്ല. അതിന് AC ഫാസ്റ്റ് ചാർജിങ് ആണ്. അല്ല, AC ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ് അല്ല, DC ഫാസ്റ്റ് ചാർജിങ് ആണ്.
ഓക്കെ. അത് മാത്രമല്ല ഇതിൻ്റെ ഇപ്പം ഇറങ്ങുന്നത്, അതായത് പുതിയ ഓണർ 10,30,000 രൂപയാണ് ഓഫർ കഴിഞ്ഞിട്ട് പറഞ്ഞത്. 11,10, 11,28 ശരിക്കുള്ള വില. 10,30 ഓഫർ കഴിഞ്ഞ് വരുന്നത്. നമുക്കിതിപ്പോൾ നിലവിൽ 6,75 വണ്ടി കൊടുക്കാം. 6.25 ലക്ഷം. EVയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഇത് ഓട്ടോ എത്ര പോയി? ഓട്ടോ 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിൽ 1 കൊല്ലം കൂടി ഇനി സ്റ്റാൻഡേർഡ് വാറണ്ടി ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, കമ്പനി വാറണ്ടി എന്ന് വെച്ചാൽ 26 നവംബർ വരെ സ്റ്റാൻഡേർഡ് വാറണ്ടി ഉണ്ടാവും. മൊത്തം ബാറ്ററിക്ക് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ആണ് ബാറ്ററി വാറണ്ടി ഉണ്ടാവുക. അത് ടാറ്റേൻ്റെ ടിയാഗോ അതേപോലെ പഞ്ചിന് 8 വർഷം 1,60 തന്നെ വരാം. മറ്റേ സെക്കൻഡ് ഓണർ ആകുമ്പോൾ കുറയാ അങ്ങനെയുള്ള പ്രശ്നമില്ല. അത് MGന്റെ വണ്ടികൾക്കാണ്. അതാ പറയാൻ വന്നത്, എടുത്ത് പറയാൻ വന്നത്. ടാറ്റയുടെ വണ്ടിക്ക് അത് തന്നെ കിട്ടും വാറണ്ടി. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ടാറ്റയുടെ ഏറ്റവും പുതിയ വണ്ടികൾക്ക് നെക്സോണിന് മാത്രം അൺലിമിറ്റഡ്. നെക്സോണിന് 15 കൊല്ലം ബാറ്ററി വാറണ്ടി ഉണ്ട്. അത് സെക്കൻഡ് ഓണർ ആകുമ്പോൾ 8 കൊല്ലം. അതേപോലെ MGന്റെ കോമറ്റ്, വിൻസർ എല്ലാ വണ്ടികൾക്കും 15 കൊല്ലം ബാറ്ററി വാറണ്ടി ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഓണർ ആകുമ്പോൾ 8 കൊല്ലം. പക്ഷേ ഇതിന് സ്റ്റാൻഡേർഡ് ആയിട്ട് 8 കൊല്ലം 1,60 കിലോമീറ്റർ ഉള്ള ഓണർഷിപ്പ് മാറിയാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ 6,75,000 രൂപയ്ക്ക് XT 2023 EV കൊണ്ടുപോകാം. 200-250 വരെ റേഞ്ച് കിട്ടുന്നൊരു വാഹനമാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ലോൺ എത്ര കയറും? ലോൺ ഏകദേശം ഒരു 5.25 റേഞ്ചിൽ ലോൺ കയറും. ടയർസ് 4 പുതിയതാണ്. ഇൻഷുറൻസ് ഫുൾ കവർ 10 ലക്ഷം രൂപ അടിവിൽ ഈ നവംബറിൽ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. അടുത്ത നവംബർ വരെ. അടുത്തത് കോമ്പാക്ട് SUV സെഗ്മെന്റ് ജീപ്പ് കോമ്പസ് KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. നമ്മൾ ഫിയറ്റിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം കമ്പനി തന്നെ ജീപ്പിൽ അല്ലേ, സർവീസ് കാര്യങ്ങളൊക്കെ വരിക. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2017 ജീപ്പ് കോമ്പസ് ഡീസൽ മാനുവൽ. ഓക്കെ, 2017 കൊടുകൈ. ഓക്കെ, 17 ഡീസൽ മാനുവൽ ജീപ്പ് കോമ്പസ് ആണ്. ഏത് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ഓക്കെ, മേജർ സർവീസ് 80,000-85,000 ചെയ്താണ്. ക്ലച്ചർ 1,10 മാറിയതാണ്. ലാസ്റ്റ് സർവീസ് 1,18 ചെയ്തത്. ഇനി അടുത്ത 10,000 കിലോമീറ്റർ കൂടെ കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ മതി. അടുത്ത 10,000, അതായത് 15,000 കൂടുമ്പോഴാണ് സർവീസ്. 15 സർവീസ് വരിക. 4,000 കിലോമീറ്റർ ഓടിയിട്ട് സർവീസ്. ഇനി അടുത്ത 10 കഴിഞ്ഞിട്ട് 4,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇനി സർവീസ് ചെയ്താൽ മതി. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനാണ്. സ്പോർട്ട്, ലോഞ്ചിറ്റ്യൂഡ്, ലിമിറ്റഡ് ബസ് അങ്ങനെയാണ്. പക്ഷേ ഓപ്ഷൻസ് ഏകദേശം എല്ലാം വരും. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഡിഫോഗർ, ഫോഗ് ലാമ്പ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, ഇലക്ട്രിക് മിറേഴ്സ്, പിന്നെ ഡിഫോഗർ, ബാക്ക് വൈപ്പർ, അലോയ്സും വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഇതിന് ഫുൾ സർവീസ് ഡീറ്റെയിലും കയ്യിലുണ്ട്. ഫുൾ 0 to ഈ കിലോമീറ്റർ വരെ ഫുൾ കമ്പനി സർവീസ് ആണ്. ക്ലച്ചും മാറി കഴിഞ്ഞു. 1 lakh കിലോമീറ്റർ ഓടിയിട്ടൊക്കെ ക്ലച്ച് മാറിയാൽ മതി. ടൈമിംഗ് ബെൽറ്റ് മാറാൻ ഇനി ഒരു 10,000 കിലോമീറ്റർ ഉണ്ട്. ഇനി ഓടാൻ 1,80, 1,70 ആ ടൈമിൽ പിന്നെ അടുത്തൊരു മേജർ കൂടി വരുന്നുണ്ട്. അതാ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ 1.4 നിലവിലോടി അല്ല, 1,22 ഓട്ടം. 1,22 ഓട്ടം. 2017 ലോഞ്ചിറ്റ്യൂഡാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇൻഷുറൻസ് പുതിയതുണ്ട്. ടയർസും പുതിയതാണ്. സർവീസും ഇനിയിപ്പോൾ അടുത്ത 10 വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഒരു 14-15 റേഞ്ചൊക്കെ മൈലേജും കിട്ടും. 15 റേഞ്ചിലെ മൈലേജ്. 2 ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിനാണ് വരുന്നത്. ഹാരിയറിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഫിയറ്റിന്റെ സെഡാൻ കാറ്റഗറിയാണ് അടുത്ത വാഹനം. KL11 രജിസ്ട്രേഷൻ വരുന്ന ലിനിയ. അതെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇതൊരു ഫാൻസി നമ്പർ 909 വരുന്ന ലിനിയാണ്. തീർച്ചയായും ഇത് 2012 നവംബർ ലിനിയ. 12 നവംബർ എന്ന് പറഞ്ഞാൽ 27 നവംബർ വരെ നിലവിൽ പേപ്പർ ഉണ്ട്. റിന്യൂവൽ എടുക്കാൻ പറ്റില്ല. അതുവരെ പിന്നെ വെറുതെ ഇനി ഒരു 1.5 കൊല്ലം ഇല്ല അല്ലേ? ഒരു കൊല്ലം അല്ലേ? അല്ല, 27 വരെ അല്ലേ? 27 നവംബർ എന്ന് പറഞ്ഞാൽ 26 ആയില്ലല്ലോ, 2 കൊല്ലം ഉണ്ട്. 25 അല്ലേ? 26 നവംബർ ലാസ്റ്റ് വരുന്നുണ്ട്. 27 നവംബർ വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഓണർഷിപ്പ് 4ാമത്തെ ഓണറാണിത്. വണ്ടി ഡീസൽ വണ്ടിയാണ്. കിലോമീറ്റർ ഏകദേശം 1,25, 1,30 ഓടിയുണ്ട്. അതിൻ്റെ മീറ്റർ ഡിസ്പ്ലേ വർക്കിംഗ് അല്ല. ഇത് നമുക്കൊരു ഏത് ഓപ്ഷൻ? ഇത് ഇമോഷൻ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എയർ ബാഗ്, ABS എല്ലാം വർക്കിംഗ് അല്ലേ? അതിൽ ഒരു ബാക്കിൽ ഒരു പവർ വിൻഡോ മാത്രം വർക്കിംഗ് ഇല്ല. ബാക്കി എല്ലാ സാധനം വർക്കിംഗ് ആണ്. അതേപോലെ ബാക്കിലൊരു ടെയിലൈറ്റ് പൊട്ടുമുണ്ട്. ആ, ഉണ്ട്. ഓക്കെ, പറ്റാതെ നോക്കട്ടെ. കിട്ടുന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അതില്ലാത്ത കണ്ടീഷനിൽ ഇപ്പോഴുള്ള കണ്ടീഷനിൽ തന്നെയാണ് റേറ്റ് പറയുന്നത്. ഇനി കിട്ടുകയാണെങ്കിൽ സംഘടിപ്പിച്ചു വേണ്ടിയാണ്. അപ്പോൾ ആ ലെവലിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ടൈം എടുക്കും. ഇതിന്റെ പാർട്സ് കുറച്ച് ടൈം കാത്തേക്കേണ്ടി വരും, എന്നാലേ കിട്ടുള്ളൂ. കിട്ടാനുണ്ട്. ഓക്കെ, ഇത് നമുക്കൊരു നല്ലൊരു ഓഫർ പ്രൈസ് ആയിട്ട് 98 രൂപ കൊടുക്കാം. 98,000 2012 ഡീസൽ ലിനിയ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18-20 റേഞ്ച് മൈലേജും കിട്ടും. എഞ്ചിനാണ്. അതെ, എന്താ പറയാ, ലോണ് ചാൻസ് ഉണ്ടാവില്ല. ഇല്ല, ലോണൊന്നും കിട്ടില്ല. ബാക്കി
വണ്ടി എന്തുകൊണ്ടും അടിപൊളിയാണ്. ലോ ബഡ്ജറ്റ് ഡീസൽ തപ്പുന്ന ഒരാൾക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളും എല്ലാം നല്ലതാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും ഒരു ചെറിയ മെയിൻ്റെനൻസ് വർക്ക് കാണാം, ഒരു 10 രൂപേൻ്റെ വർക്കെല്ലാം കാണാം. ഫിയറ്റിന്റെ വണ്ടി കൊണ്ടുനടന്നവർക്ക് അറിയാം അതിന്റെ സ്റ്റെബിലിറ്റിയും ഒരു ഡ്രൈവിംഗ് കംഫർട്ടും ഒക്കെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഫോർഡ് ഫിഗോ KL11 കോഴിക്കോട് വണ്ടി. ഫസ്റ്റ് ഷിഫ്റ്റ് ഫിഗോ ആണ്. ഡീസൽ ആണോ ഇത്? ഡീസലാണ്. ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ടൈറ്റാനിയം. ഓക്കെ, ഇത് 2013 ഡിസംബർ ഫിഗോ ടൈറ്റാനിയം. ഓണർഷിപ്പ് സെക്കൻഡാണ് വരുന്നത്. കിലോമീറ്റർ 1,02,000. കമ്പനി സർവീസ് ഉണ്ട്. പിന്നെ ഇതിൽ ടൈറ്റാനിയനെ കൊണ്ട് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇലക്ട്രിക് മിറർ, എയർ ബാഗ് ABS. ഓക്കെ, കമ്പനി മ്യൂസിക് സിസ്റ്റം വരും. പിന്നെ അലോയ്സ് എക്സ്ട്രാ വേറെ ടൈപ്പ് അലോയ്സ് ഇടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ നിലവിലുള്ള കണ്ടീഷൻ. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് പെയിൻറ്റ് ടച്ചപ്പ് ഒക്കെ ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ടാണ് വണ്ടി കൊടുക്കുക. അപ്പം ഈ നിലവിലുള്ള കണ്ടീഷനുകൾ നോക്കണ്ട. പെയിൻറ്റ് ടച്ചപ്പ്, പോളിഷ്, ഇന്റീരിയർ ചെയ്തിട്ട് കൊടുക്കുക. എടുത്തപാടുള്ള കണ്ടീഷനാണ്, ക്ലിയർ ആക്കിയിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, ഇത് വന്നിട്ട് നമുക്ക് 1,47,000 റേറ്റ് വരുന്നത്. ഇതൊരു ലോ ബഡ്ജറ്റ് ഹാച്ച് ബാക്ക് ഡീസൽ. ആ ലെവലിൽ എത്ര മോഡലാണ്? 13 ഡിസംബർ. 13 ഡിസംബർ ലാസ്റ്റ് ആണ്. ഡിസംബർ ലാസ്റ്റ്. ഓക്കെ, 47 കൊണ്ടുപോകാം. ലോണ് ഇതിനും ചാൻസ് ഇല്ല. ലോണ് ചാൻസ് ഇല്ല. മൈലേജ് ഒരു 18-20 ആ ലെവലിൽ മൈലേജും കിട്ടും. ഓക്കെ, എല്ലാ ഫംഗ്ഷൻ വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ മെയിൻ്റെനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. കമ്പനി സർവീസ് ചെയ്യാൻ 5 രൂപ ആ റേഞ്ചിലെ സർവീസ് കോസ്റ്റ്. ടയർസ് ഒക്കെ നല്ലതാണ്. അഡീഷണൽ അലോയ്സ് ചെയ്താണ് മാറ്റിയിട്ട്. ഇൻഷുറൻസ് ഫുൾ കവർ ഉണ്ട്. ഓക്കെ, വേറെ പരിക്കോ ചെയ്യാനല്ലേ? വേറെ പെയിന്റ് അടിക്കാനുള്ളൂ. ഞാൻ പെയിന്റ് ചെയ്തിട്ട് പ്രൈസാണ് ഇപ്പൊ പറഞ്ഞത്. എല്ലാം ചെയ്തിട്ടുള്ള പ്രൈസാ പറഞ്ഞത്. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തതാ ഹോണ്ട സിറ്റി ആണ്. KL13 വണ്ടി അല്ലേ? KL13 വണ്ടി, ഒരു സെഡാൻ കാറ്റഗറി. ഡോൾഫിന് ശേഷം ഇറങ്ങിയ ഷേപ്പ്. ഡോൾഫിന് ZX എന്ന് പറഞ്ഞ പേരില്ല. ഓക്കെ, ഇത് വീഡിയോയിൽ കാണിക്കാനായിട്ട് ഒന്നും ചെയ്തില്ല. വണ്ടി ജസ്റ്റ് വന്ന വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്. വാഷ് ചെയ്തിട്ടൊന്നുമില്ല. നിലവിൽ ഈ കണ്ടീഷനിൽ കാണിക്കുന്ന ഫോട്ടോസോ കാര്യങ്ങളോ വേണ്ടുന്ന ആൾ ചോദിച്ചാൽ മതി, അയച്ചുതരാം. ചുറ്റുപാട് എടുക്കണ്ടാവില്ല ഇതിന്റെ. ഓക്കെ, പെയിന്റ് ടച്ചപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. 6 ZX ആണ്. ഓണർഷിപ്പ് സെക്കൻഡ്, 1,04,000 കിലോമീറ്റർ. ZX-ൽ ഫീച്ചേഴ്സ് വരുന്ന 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, സിസ്റ്റം. എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ്. പേപ്പറിന്റെ അവസ്ഥ? പേപ്പർ 2026 ജൂണിൽ പേപ്പർ തീരും. അപ്പോൾ റിന്യൂവൽ എടുക്കണം. ടാക്സ് ഇപ്പോൾ ഡിസംബറിൽ തീരും. ടാക്സ് ഞാൻ പുതിയത് എടുക്കും. പിന്നെ ഇൻഷുറൻസ് അടുത്ത വർഷം ഒക്ടോബർ വരെ ഇൻഷുറൻസ് ഉണ്ട്. റിന്യൂവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഒരു 10 രൂപ ഒക്കെ വരും. പക്ഷേ കോടതിയിൽ കേസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 3-4 രൂപയിൽ റിന്യൂവൽ ആയി കിട്ടും. അല്ലെ ടാക്സ് അടയ്ക്കാൻ ഒരു 10 രൂപ ഞാൻ അടയ്ക്കും. ടാക്സ് അടയ്ക്കും. അല്ല, കോടതിയിൽ കേസ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ റിന്യൂവൽ എന്തോ ഒരു കേസ് ഇതുണ്ട് സംഭവം. അത് കോമൺ ആയിട്ടുള്ള കേസാണ്. വണ്ടിയുടെ പേരുള്ള കേസല്ല. അത് ഡൗട്ട് അടിക്കണ്ട. കോമൺ ആയിട്ടുള്ള കേസ്. ഹർജി കൊടുത്തായിരിക്കും. മറ്റേ റിന്യൂവലിന്റെ റേറ്റ് കൂട്ടിയതിനെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേ എല്ലാവരും മറ്റേ എത്ര റിന്യൂവലിന്റെ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. കാരണം 10 രൂപക്ക് റിന്യൂവൽ എടുക്കാൻ എക്സ്പെൻസീവ് ആണല്ലോ. ഇനിയിപ്പോ അതാ 10 രൂപയാണ് എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഈ വണ്ടി ആ റേറ്റിനാണ് കൊടുക്കുന്നത്. റിന്യൂവൽ 10 രൂപക്ക് എടുക്കാന്നുള്ള ലെവലിലുള്ള വിലക്കാണ് വണ്ടി കൊടുക്കുന്നത്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? നമുക്ക് 88,000 രൂപ കൊടുക്കാം. 88,000 ഒരു ഹോണ്ട സിറ്റി സെഡാൻ കാറ്റഗറി വണ്ടി. പെട്രോൾ ആണ്. മൈലേജ് ഒരു 12-14 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. 15 റേഞ്ചിൽ ആ മൈലേജ് കിട്ടും. പിന്നെ എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് ഒരു കംപ്ലൈന്റും വരില്ല. വണ്ടി എങ്ങനെ പെട്രോൾ അടിച്ച് വണ്ടി ഓടിക്കോളും. മെക്കാനിക്കലി ഒന്നും സാധാരണ സർവീസ് ചെയ്ത് ഓടിക്കാം. കിലോമീറ്റർ എത്ര ഇപ്പൊ കാണിക്കുന്നത്? കിലോമീറ്റർ 1,05,000. മിക്കവാറും ജെന്യൂൻ കിലോമീറ്റർ ആയിരിക്കും. പിന്നെ ടയേഴ്സ് 4 ടയേഴ്സും പുതിയതാണ്. അലോയ് വീലും ഉണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ഇതിന്റെ കൂടുതൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരും. ഫുൾ പണി തീർന്നതിന് ശേഷം അല്ലേ? അടുത്ത ഫോർഡ് ഫിഗോ. നമ്മളിപ്പോൾ നിൽക്കുന്ന കണ്ടിട്ട് പേടിക്കണ്ട. പോളിഷിങ്ങിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഇവിടെ വന്ന് എടുക്കുകയാണ്. KL70 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2013 14 രജിസ്ട്രേഷൻ ഫോർഡ് ഫിഗോ EXI ആണ്. കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. ഡീസൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18-19 റേഞ്ച് മൈലേജ് കിട്ടും. 18-19 റേഞ്ചിൽ മൈലേജ് കിട്ടും. മെക്കാനിക്കൽ കണ്ടീഷൻ ഗുഡാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. 13 മോഡൽ 14 രജിസ്ട്രേഷൻ വാഹനമാണ്. എത്ര രൂപ ചോദിക്കുന്നത്? നമുക്കൊരു 1,28,000 കൊടുക്കാം. 1,28,000 രൂപയ്ക്ക് 13 മോഡലും 14 രജിസ്ട്രേഷനുള്ള ഈ ഒരു ഫിഗോ EX ഡീസൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രോപ്പർ മെയിൻറ്റെയിൻ ആണ്. ലോൺ കിട്ടലുണ്ടാവില്ല ഫിഗോ അതിനെക്കൊണ്ട്. ഫിഗോ നിർത്തിയ മോഡലാണിത്. അപ്പോൾ സർവീസ് ഒക്കെ കമ്പനിയിൽ ചെയ്യാൻ വെച്ചാൽ 4 രൂപ 5 രൂപ സർവീസ് ചെയ്യാം. പുറത്താന്ന് വെച്ചാൽ 2,000-3,000 അറേഞ്ച് ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിൽ നിങ്ങൾ നല്ലൊരു ബെൻസ് തപ്പി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു വണ്ടിയാണ്. അതെ, ഈ വണ്ടിയാണ്. അതും നല്ല വിലപ്പാകത്തിൽ. ഓക്കെ, ഈ 250 KL11 ഇത്
നമ്പർ ആയത് ഓക്കെ. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2010 ബെൻസ് ആണ്. 2010 ഒക്ടോബർ E250 CDI ഡീസലാണ്. ഇതിന്റെ പാർട്ട്ണർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഒരു 1.5-2 വർഷമായിട്ട് ആ പുള്ളി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജിഷ്ണു, അതായത് സൂപ്പർ വീൽസിന്റെ പാർട്ട്ണർ തന്നെയാണ്. എനിക്ക് പേഴ്സണലി അറിയാം, യൂസ് ചെയ്യുന്നതാണെന്നുള്ളത്. ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്, ഡെയിലി ഡ്രിവൺ വണ്ടിയാണ്. അതുകൊണ്ട് വണ്ടീന്റെ മുകളിൽ ഫുൾ പൊടി ചളി അതേപോലെ ഉണ്ട്. ഇത് ചെയ്യാൻ വേണ്ടി വാഷ് ചെയ്യോ അതോ പോളിഷ് ചെയ്യോ ഇന്റീരിയറോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കണ്ട കണ്ടീഷനിലാണ് ഉള്ളത്. വണ്ടി ഡെലിവറി തരുന്ന സമയത്ത് വാഷൊക്കെ ചെയ്തിട്ട് തരാം. എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ജിഷ്ണു? ഇതിന് ഏകദേശം ടൗണിൽ ഒരു 12, ഹൈവേയിൽ ഒരു 15-16 വരെ നമുക്ക് മൈലേജ് കിട്ടും. അത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. അതാണ് ഡെയിലി യൂസ് തന്നെ കൊണ്ട് നടക്കുന്നത്. ഡെയിലി യൂസിൽ കൊണ്ട് നടക്കാം. 10 മോഡൽ ഇപ്പൊ പേപ്പറിന്റെ അവസ്ഥ എന്തായിരിക്കും? പേപ്പർ പുതിയ പേപ്പർ, അവന്റെ പേര് തന്നെ വണ്ടി ഉള്ളത്. പുതിയ പേപ്പർ എടുത്താണ്. 2030 ഓഗസ്റ്റ് വരെ റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. ഇൻഷുറൻസ് നിലവിൽ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. ടയർസ് 4 നല്ലതാണ്. ഡെയിലി യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് അതിനനുസരിച്ചുള്ള പണി വണ്ടിയിൽ എടുത്ത് അങ്ങനെ കൊണ്ടുനടക്കുന്നത്. ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗുണമാണ്, വണ്ടിക്ക് ഗുണമാണ് അല്ലേ? വണ്ടിക്ക് ഗുണമാണ്. പിന്നെ ഒരാൾക്ക് ധൈര്യമായിട്ട് മേടിക്കുകയും ചെയ്യാം. കാരണം വേറെ നിലവിൽ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ വണ്ടി ഒന്ന് നീറ്റാക്കാനൊക്കെ ഉണ്ടാവും. ചെറുതായിട്ട് ഇന്റീരിയറിലൊക്കെ ഒന്ന് ഇന്റീരിയർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് വാഷൊക്കെ ചെയ്തിട്ട് ഈ കണ്ടീഷനിൽ കൊടുക്കും. പുതിയ പേപ്പറിൽ 2030 വരെ പേപ്പർ ഉണ്ട്. എത്ര കൊടുക്കുന്നത്? നമുക്ക് നല്ലൊരു ഗംഭീര ഓഫർ പ്രൈസിൽ എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര ഒക്കെ അവിടെ കിട്ടുന്ന റേറ്റിൽ വണ്ടി. കിലോമീറ്റർ കൂടി പറഞ്ഞാൽ എത്ര? കിലോമീറ്റർ 1,15,000. ഓക്കെ. പ്രോപ്പർ സർവീസ് പോകുന്നുണ്ട്. പ്രോപ്പർ സർവീസ് ഉണ്ട്. അത് ഒരു 70 വരെ ആയിട്ടും കമ്പനി സർവീസ് ഉണ്ട്. ബാക്കി പിന്നെ പുറത്തുനിന്ന് ചെയ്യുന്നത്. അപ്പോൾ അവൻ കറക്റ്റായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തുനിന്നാണ് ചെയ്യുന്ന പുള്ളി, പക്ഷേ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എത്രയാ ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമുക്കൊരു 5,98,000 ഫൈനലായിട്ട് കൊടുക്കാം. അതിലൊന്നും കുറയാനുണ്ടാവില്ല. അതാണ് കിട്ടേണ്ട ഫൈനൽ റേറ്റ്. കാരണം ഓൾറെഡി ഈ വണ്ടീന് ഒരു 7.5 ലക്ഷം രൂപ മുതലുണ്ട്. പിന്നെ ആ പുള്ളി ഉപയോഗിച്ചിപ്പോൾ 1-2 കൊല്ലം ഉപയോഗിച്ചതിനെ കൊണ്ട് അതിൻ്റെ ഒരു നഷ്ടത്തിൽ നിന്നുള്ള ലെവലിൽ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ആ പൈസ പോയാലും കുഴപ്പമില്ല, നമ്മൾ ഉപയോഗിച്ചല്ലോ. നമുക്ക് 5,98,000 ഫൈനൽ. അതിൽ ലോണോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. റെഡി പേയ്മെൻ്റ് ആയിട്ട് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 5,98 മേടിക്കും. 5,98 ഈ 250 നിങ്ങൾക്ക് കൊണ്ടുപോകാം. മെഴ്സീഡസ് ബെൻസ് ഡെയിലി യൂസിന് പറ്റിയൊരു സെഗ്മെന്റ് വാഹനമാണ്. എല്ലാം വർക്കിംഗ് ആണ് നിലവിൽ. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ലോണും കാര്യമൊന്നും ചാൻസ് ഇല്ല. ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല. സർവീസ് കോസ്റ്റ് ഒക്കെ വളരെ ചെറിയ പൈസക്ക് നമുക്കൊരു 8-10 ലെവലിൽ എന്ന് വെച്ചാൽ പോളോ ഒക്കെ സർവീസ് ചെയ്യുന്ന റേഞ്ച് നമുക്ക് സർവീസ് ചെയ്യാം. പുറത്തുനിന്ന് കമ്പനി 30 രൂപ വരും. പുറത്ത് നമുക്ക് ഈ ഒരു ലെവലിൽ സർവീസ് ചെയ്യാം. പിന്നെ മെക്കാനിക്കലി എന്തെങ്കിലും പോയാൽ അതിനുള്ള കോസ്റ്റ് വേറെ വരും. എല്ലാം വർക്കിംഗ് ഇറങ്ങിയ പവർ വിൻഡോ 4 വർക്കിംഗ് ആണ്. സെൻട്രൽ ലോക്ക്, സൺറൂഫ്, സീറ്റ് ഇലക്ട്രിക്, സ്റ്റീരിയോ. ഓക്കെ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് കാണിച്ച വാഹനങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സൂപ്പർ വീൽസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. എന്നിട്ട് ജനുവനായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണോ സൂപ്പർ വീൽസിനെ പറ്റി? ഇതുവരെ വണ്ടി എടുത്ത ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ? അതെ, വണ്ടി എടുത്ത ആൾക്കാരുണ്ടാവും, വണ്ടി നോക്കിയ ആൾക്കാരുണ്ടാവും. തീർച്ചയായും ആർക്കും മോശം അഭിപ്രായം ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഒരുവിധ റീസണബിളി ഗുഡ് ആയിട്ടുള്ള വണ്ടികളും അത് ഒരു കുറഞ്ഞ റേറ്റിലാണ് ഞങ്ങൾ വണ്ടി ഇവിടെ കൊടുക്കില്ല. തീർച്ചയായും. അതെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നോളൂ. സോൾഡായ വണ്ടികളൊക്കെ കാറ്റലോഗിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ ആ നമ്പറിലേക്ക് സോൾഡ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യും. ബാക്കിയെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടാവും. ഓക്കെ. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ബൈ.